പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും അത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന്. വെല്ലുവിളി ഇല്ലാത്ത ഒരു ജീവിതവും ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. പൗരോഹിത്യമൊക്കെ എന്നും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഈ കോവിഡ് കാലത്ത് ഞാൻ ചെയ്തൊരു കാര്യം, നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്യുമെനിക്കൽ കൗൺസിലുകൾ സൂനദോസുകളുടെ ചരിത്രവും അതിൻ്റെ കാനോനുകളൊക്കെ വായിക്കാൻ 2 വലിയ വോളിയംസ് ഞാൻ വായിച്ചു തീർത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വെല്ലുവിളി സഭയ്ക്ക് എന്നും ഉണ്ടായിരുന്നു, പൗരോഹിത്യത്തിന് എന്നും ഉണ്ടായിരുന്നു, സന്യാസ ജീവിതത്തിന് എന്നും ഉണ്ടായിരുന്നു, വൈവാഹിക ജീവിതത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് യാതൊരു പുതുമയുമില്ല. അതിൻ്റെ രീതിയും രൂപവും ഭാവമൊക്കെ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൃത്യമായിട്ട് സർപ്പത്തോടും ഹവ്വായോടും ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, അവൻ നിൻ്റെ തലയെ തകർക്കും, പക്ഷേ നീ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കും. നമ്മുടെയൊക്കെ കുതികാലിന്, ഈ ക്രൈസ്തവ ജീവിതത്തിലുള്ളവരുടെ കുതികാലിന് എന്നും പരിക്ക് ഏറ്റുകൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്ത് പുതുമയൊന്നുമില്ല. ഇതിനെ വെല്ലുവിളിക്കുന്ന ധാരാളം പേരുണ്ടാകും. ഈ ക്രൈസ്തവ സമൂഹം ഉടലെടുത്തതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്, വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവർ തന്നെയാണ്. ഇന്നും അനേകായിരങ്ങൾ, നിങ്ങൾക്കറിയാം, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നൈജീരിയയിൽ 100 കണക്കിന് ആളുകളെ ഓരോ ദിവസവും കൊല്ലുന്നുണ്ട് ക്രൈസ്തവരാകുന്നതിൻ്റെ പേരിൽ. അതേക്കുറിച്ചൊന്നും ആരും പറയലെന്നേ ഉള്ളൂ. കാരണം എന്താണ്? അവർക്ക് ശക്തിയില്ല, പണമില്ല, സ്വാധീനമില്ല. അതുകൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും ഒന്നും പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം പേര് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളി എന്ന് പറയുന്നത് എന്നുമുള്ളതാണ്, അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിൽ നമുക്കെപ്പോഴും മാർഗനിർദ്ദേശമാകുന്നൊരു കാര്യമുണ്ട്. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് കരയിലുള്ള വിളക്ക് മരമാണ് അവരുടെ മാർഗദർശിയായിട്ടുള്ളത്. ആ വിളക്ക് മരം നോക്കിയിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും ആ ദൈവിക ചുറ്റുപാടുകളും എല്ലാം എപ്പോഴും പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും വൈവാഹിക ജീവിതത്തിലാണെങ്കിലും എല്ലാം വിളക്ക് മരങ്ങളായിട്ട് നിലനിൽക്കേണ്ടത്. അതൊക്കെ എതിലെയാണ് നമുക്ക് ആ വിളക്ക് മരത്തിൻ്റെ പ്രകാശം കിട്ടുക? ദൈവവചനത്തിൽ നിന്ന്, പ്രാർത്ഥനകളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ അധികാരികളുടെയൊക്കെ വാക്കുകളിൽ നിന്ന്. അവിടെ നിന്നൊക്കെയാണ് ഈ വെളിച്ചം കിട്ടുക. അതിനെ നമ്മൾ അവഗണിച്ചാൽ അപകടത്തിൽ ചെന്ന് ചാടുമെന്നുള്ളതാണ്. ഈ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സെപ്പോഴും പോകുന്നത് പഴയ നിയമത്തിലേക്കാണ്. അതിൻ്റെ കാരണമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്നിട്ട് എന്ത് പറ്റി? അവിടെയാണ് നമ്മൾ ഈ പൗരോഹിത്യത്തെ അതിൻ്റെ അടിസ്ഥാനത്തെ കാണേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് വിസ്ഡം, ചാപ്റ്റർ 9 വേഴ്സ് 3, 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനുമായിട്ടാണല്ലോ ഞാൻ അവനെ സൃഷ്ടിച്ചതെന്നാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ പോലെ വിശുദ്ധിയിലും നീതിയിലും എന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ചെന്നുള്ളതാണ്. ആ സ്വഭാവം അനുസരിച്ച് ഈ ലോകത്തെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ പെരുകി ഈ ഭൂമിയിൽ നിറയണം, ഇതിലുള്ള സകലതും നിങ്ങളുടെ കീഴിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തെ ഭരിക്കണം, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ഭരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ വിധികൾ പ്രസ്താവിക്കണം, മുഖം നോക്കാതെ ദൈവം ചെയ്യുന്നത് പോലെ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. പക്ഷേ എന്ത് പറ്റിയൊരു കാര്യം ഇതാണ്, ആ വഴികളിലൂടെ നടക്കാതെ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാതെ ആദവും ഹവ്വായും തിന്മയുടെ വഴിയിലൂടെ നടന്നു, പിശാചിൻ്റെ വാക്കുകൾ കേട്ടു. അതെന്നും ഉണ്ടാകും. നമ്മളെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്ന ആയിരക്കണക്കിന് സ്വാധീന ശക്തികൾ ലോകത്തിലുണ്ട്. അവരുടെയൊക്കെ വാക്ക് കേട്ട് പോയി കഴിഞ്ഞാൽ ആദത്തിനും ഹവ്വായിക്കും പറ്റിയതുപോലെ പറ്റും. എൻ്റെ ഈ നിയമം അനുസരിച്ചില്ലെങ്കിൽ ഈ പഴം തിന്നാൽ നിങ്ങൾ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. മരിക്കുമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം വേർപെടും. ദൈവമായിട്ടുള്ള ബന്ധം വേർപെട്ട് കഴിയുമ്പോൾ നമ്മൾ മരിക്കുകയാണ് ചെയ്യുന്നത് ആത്മീയമായിട്ട്. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കായൻ എന്ന് പറയുന്ന ആദത്തിൻ്റെ ഹവ്വായുടെ മൂത്ത മകൻ. അവൻ്റെ സഹോദരൻ ആബേലിൻ്റെ വലിയ ദൈവം സ്വീകരിക്കുന്നു. പക്ഷേ ഈ കായൻ്റെ നിരസിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നൊക്കെ ബൈബിൾ വായിച്ച് നമുക്ക് മനസ്സിലാകും. ആബേലിൻ്റെ ബലി സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ കായനിൽ ഉത്ഭവിക്കുന്ന, ഉടലെടുക്കുന്ന ആദ്യത്തെ വികാരം എന്താണ്? അത് അസൂയയാണ്. ദൈവത്തിൽ നിന്നകുന്ന മനുഷ്യൻ്റെ ആദ്യത്തെ വികാരം എന്ന് പറയുന്നത് അസൂയയാണ്. ഈ അസൂയയിൽ നിന്ന് പിന്നെ ഉടലെടുക്കുന്ന എന്താണ്? അവനെ കൊല്ലണമെന്നുള്ളതാണ്. യേശുവിനെ കൊല്ലാനായിട്ട്
യഹൂദ പ്രമാണികൾ തീരുമാനിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആളുകളെല്ലാം അവൻ്റെ പിന്നാലെ പോകുന്നു, നമ്മുടെ പിന്നാലെ വരാൻ ആരുമില്ല. അസൂയയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ അസൂയ നിറഞ്ഞ ഒരു തലത്തിലേക്ക് മനുഷ്യകുലം അധപ്പതിച്ചു. അപ്പോഴതിന് പരിഹാരമായിട്ടാണ് ദൈവം ഒരു മാർഗം കണ്ടത്. വീണ്ടും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയാണ്, ഇസ്രായേലിനെ. അബ്രാഹാം എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുത്തു. അവനിലൂടെ സകല ജനതകളും അനുഗ്രഹീതമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആയിരക്കണക്കിനായിട്ട് ലക്ഷക്കണക്കിനായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജനത തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. അപ്പോഴതിനൊരു പരിഹാരമായിട്ടാണ് ദൈവം കണ്ടെത്തിയത്. ആ തിരഞ്ഞെടുത്ത ജനത ഒരു പുരോഹിത ജനതയായിരുന്നു. പുറപ്പാട് പുസ്തകം 19:6 പറയുന്നത്, അവരെനിക്കൊരു പുരോഹിത ജനമായി, വിശുദ്ധ പുരോഹിത ജനമായിരിക്കും. ഈ പുരോഹിത ജനം വഴിതെറ്റിപ്പോയി. അപ്പോൾ ഈ പുരോഹിത ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ നയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അഹറോനെയും മക്കളെയും തിരഞ്ഞെടുക്കുന്നത്. ലേവിയുടെ ഗോത്രത്തിൽ നിന്ന് അഹറോനെയും മക്കളെയും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവരെ അഭിഷേകം ചെയ്ത് ഈ പറയുന്ന ഇസ്രായേൽ ജനതയെ ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കാനായിട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, മോശയെ പോലെ തന്നെ വിശുദ്ധനും ലേവി ഗോത്രജനുമായ അഹറോനെ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തി അവന് മനുഷ്യരുടെ ജനത്തിൻ്റെ പൗരോഹിത്യം കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ ജനത്തിന് കൊടുത്ത പൗരോഹിത്യം അത് തന്നെയാണ് അഹറോൻ്റെ പൗരോഹിത്യവും. ഈ പൗരോഹിത്യം ദൈവത്തിൻ്റെ പൗരോഹിത്യമാണ്. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ലേവ്യർക്ക് ഇസ്രായേലിൽ പങ്കില്ല. കാരണം എന്താണ്? അവർ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അവർ കൃഷി ചെയ്യാനും കന്നുകാലിയെ നോക്കാനും പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് അവർക്ക് തിന്നാനും കുടിക്കാനുമുള്ളത്, ഉടുക്കാനും നടക്കാനുമുള്ളത് ദൈവാലയത്തിൽ ദൈവജനം കൊടുക്കുന്ന ആ കാഴ്ച വസ്തുവിൽ നിന്ന് അവർക്ക് ജീവിക്കാം. അത് മതി. ദൈവം പറയും, എൻ്റെ പുരോഹിത ശുശ്രൂഷയാണ് അവരുടെ ഓഹരി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നൊരു വലിയ കാര്യമുണ്ട്. എന്താണ്? നിങ്ങളൊക്കെ വ്രതം എടുത്തവരാണ്, പോവർട്ടി വ്രതം അല്ലേ? ഈ പോവർട്ടി വ്രതത്തെക്കുറിച്ച് ഈ പറയുന്നത് ലേവ്യർ, അത് നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും ഈ ഇടവക വൈദികരായിട്ടുള്ളവരും ഈ പറയുന്ന രീതിയിൽ പണത്തിൻ്റെ പിന്നാലെ പോകരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പകരം നിങ്ങൾക്ക് ശുശ്രൂഷയിൽ നിന്ന് തീർച്ചയായിട്ടും ദൈവജനം നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളും. ഒരാൾ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കാൻ തുനിയരുതെന്നാണ് പറഞ്ഞത്. കർത്താവ് തന്നെ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അരയിൽ വേറെ പ്രത്യേകിച്ച് പണസഞ്ചിയൊന്നും വേണ്ട. അപ്പോഴിങ്ങനെ ഈ ദൈവജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹ്റോനെയും മക്കളെയും തിരഞ്ഞെടുത്തു. എന്നിട്ടോ ബലിയർപ്പിക്കുക. എന്തിന്? ഈ രക്തബലിയാണെന്ന്. രക്തബലിയുടെ അർത്ഥം എന്താണ്? രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്. ഈ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഈ രക്തബലിയിലൂടെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് ഈ അർത്ഥം. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ വീണ്ടും ആ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെയെല്ലാം, ഈ തിരഞ്ഞെടുക്കപ്പെടാത്തവരെയെല്ലാം ദൈവത്തെങ്കിലേക്ക് നയിക്കാൻ പ്രാപ്തരായി തീരുമെന്നുള്ളതാണ്. ദൈവം പ്രത്യേകമായിട്ടൊരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് എന്നിട്ട് അവർക്ക് പ്രത്യേക വസ്ത്രങ്ങൾ കൊടുത്തു. നമുക്കറിയാം, ഓരോ തരം വസ്ത്രമുണ്ട്. ഏത് റീത്തിലായാലും വസ്ത്രത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. 28-ാം അധ്യായം പുറപ്പാട് പുസ്തകം അവിടെ പറയുന്നത് എന്താണ്? ഈ വസ്ത്രത്തിൽ 12 ഗോത്രങ്ങളുടെ പേര് മരതക കല്ലുകളിൽ എഴുതി സ്വർണ്ണത്തകിടിൽ പതിക്കണമെന്നുള്ളതാണ്. എന്നിട്ടോ അഹ്റോൻ അത് അവൻ്റെ തോൾവാറിന്മേലും അവൻ്റെ ഉരസ്ത്രാണം ചങ്കിൽ ഇവിടെ വരുന്ന വസ്ത്രമുണ്ട് അതിന്മേൽ വഹിക്കണം. എന്നിട്ട് അവൻ ഈ വസ്ത്രം ധരിക്കാതെ ദൈവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അവൻ പ്രവേശിച്ചാൽ മരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? നിൻ്റെ ദൈവജനത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബലിപീഠത്തിലേക്ക് വരുന്നത്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് നീ ആ വസ്ത്രം ധരിക്കാതെ തോന്നിവാസമുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വരരുത്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ ദൈവജനത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർണ്ണത്തകിടിന്മേൽ പതിച്ചിരിക്കുന്ന എന്തിനാണ്? നിൻ്റെ ജനത്തെ നീ സ്വന്തം പോലെ അത്രയും വിലപിടിപ്പുള്ളതായിട്ട് കരുതണം. നിനക്ക് തോന്നിവാസം ചെയ്യാനുള്ളതല്ല. എന്തിനാണ് നിൻ്റെ നെഞ്ചത്തവരെ വഹിക്കുന്നത്? കാരണം അവരുടെ ന്യായവിധി നിൻ്റെ നെഞ്ചത്താണ്. നീ ഓർത്തോണം, നിന്നോടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. കർത്താവ് പറയും, അവരുടെ ന്യായവിധി നിൻ്റെ നെഞ്ചിലാണ്. മാത്രമല്ല അവരുടെ കാണിക്കകൾക്ക് കുറവ് വരും, അതൊക്കെ നികത്തണം. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അത് നിൻ്റെ ദൗത്യമാണ്. കുമ്പസാരിപ്പിക്കുമ്പോൾ ആശീർവാദം കൊടുത്താൽ മാത്രം പോരാ. അവർക്ക് വേണ്ടി ഉപവസിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യണം നീ. എങ്കിലേ ആ പാപങ്ങൾക്ക് മോചനം കിട്ടുകയുള്ളൂ. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ വലിയൊരു ദൗത്യമാണ് അഹ്റോനും മക്കൾക്കും കൊടുത്തത്.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ്. ഈ പുതിയ നിയമത്തിലെ ജനമായ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. ഈ പഴയ നിയമത്തിലെ ആ ജനത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഇവിടെ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികൾ മൃഗങ്ങളുടെ ബലികളല്ല, ധാന്യബലികളല്ല. ഇവിടെ തളിക്കപ്പെടുന്ന രക്തം ദൈവത്തിൻ്റെ രക്തമാണ്. മൃഗത്തിൻ്റെ രക്തം താൽക്കാലികമായി മാത്രമേ ദൈവവുമായിട്ട് ഒന്നിച്ച് നിർത്തുന്നുള്ളൂ. ദൈവം കണ്ടുപിടിച്ച മാർഗമാണ് നമ്മളെ ദൈവവുമായിട്ട് നിരന്തരം ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് താൻ തന്നെ തൻ്റെ പുത്രനെ തന്നെ അയച്ചുകൊണ്ട് ആ പുത്രൻ്റെ രക്തശരീരങ്ങൾ നമുക്ക് തരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിരന്തരം നമ്മളോട് ദൈവത്തോടു കൂടി നമ്മളെ ആക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഈ ജീവനുണ്ടാകാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും കൂടിയുള്ളതാണ്. എൻ്റെയും ലിൻഡോയുടെയും അച്ഛന്മാരുടെയും മാത്രമൊന്നുമല്ല, നമ്മളെല്ലാം പുരോഹിത ജനമാണ്. അതുകൊണ്ട് ജ്ഞാനസ്നാനത്തിൽ സിറോ മലബാർ സഭയിലെ ഈ ജ്ഞാനസ്നാന പരികർമ്മം ചെയ്യുന്ന സമയത്ത് വെഞ്ചിരിക്കുന്ന കൂദാശ ചെയ്യുന്ന എണ്ണ വെഞ്ചിരിക്കുന്ന സമയത്ത് പറയും, ഈ ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകൊടുക്കാൻ വേണ്ടിയിട്ടാണിത് ഞങ്ങൾ വെഞ്ചരിച്ച് അതുകൊണ്ട് ലേപനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ പുരോഹിത ശുശ്രൂഷയുടെ ഭാഗമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം പറയും, യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് നിങ്ങളൊരു വിശുദ്ധ പുരോഹിതനമായി മാറട്ടെ. ഇവിടെയൊക്കെ ഈ പുരോഹിതൻ ഞങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലാത്തതെല്ലാം ഇടിച്ചു നിരത്തിയിട്ട് പറിച്ചു കളഞ്ഞിട്ട് പിഴുത് കളഞ്ഞിട്ട് നല്ലതിനെ നിങ്ങൾ തട്ടു വളർത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് തിന്മകളെല്ലാം ഒഴിഞ്ഞു പോകണം. ഈശോയുടെ ബലി എന്തായിരുന്നു? സ്വന്തം ജീവിതം തന്നെയായിരുന്നു. ഈ ഈശോയുടെ ശരീരമാണ്, ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതിലേറെ ശിരസിൻ്റെ ഭാഗത്ത് പുരോഗതി നിൽക്കുന്നു. നമ്മുടെ എല്ലാം ദൗത്യം ഒന്ന് തന്നെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് ഈ ബലി ദൈവത്തിന് അർപ്പിക്കുന്നത്, നമ്മളെ തന്നെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തന്നെയാണ് അർപ്പിക്കപ്പെടുന്നത് ഈശോയുടെ ഭൗതിക ശരീരം എന്ന നിലയിൽ. അതുകൊണ്ട് ഈ ബലിയർപ്പണത്തിൽ ബലി വസ്തുവൊക്കെ നമ്മൾ തന്നെയാണ്, ഈശോയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് നമ്മൾ. നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം, ഈ ബലിപീഠത്തിലേക്ക് കയറുമ്പോൾ നമുക്കറിയാം, നമ്മൾ സിറോ മലബാർ സഭയിൽ 2-ാം ഭാഗം അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് ചെല്ലുക. കാരണം നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് നമ്മൾ വചനമൊക്കെ കേട്ട് ധ്യാനിച്ച് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ച ശേഷം ഒരുമിച്ച് ബലിയർപ്പിക്കുകയാണ് അങ്ങോട്ട് തിരിഞ്ഞ്. പ്രിയമുള്ളവരെ, ലിൻഡോ ഈ ബലിയർപ്പിക്കാനായിട്ട് ബലിപീഠത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നു പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഈ വചനങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ദൈവം എന്താണ് ലിൻഡോയോട് പറയുന്നതെന്ന്, നമ്മളോട് പറയുന്നതെന്ന്. ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവരുടേതായ രീതിയിൽ അവരുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇതിനെയൊക്കെ ഒന്ന് തർജ്ജമ ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് ലിൻഡോയ്ക്ക് കഴിയട്ടെ.